പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്തു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദരാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരനാരായണാവതാരം ദക്ഷയാഗമെന്ന 16-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ദൈത്യം സഹസ്രകവചം കവചൈ പരീതം സാഹസ്രവത്സരതപ സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിതതപ സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിന്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദൈത്യം സഹസ്ര കവചം കവചൈഹി പരീതം സാഹസ്രവത്സരതപസ് സമരാഭിലവ്യൈഹി പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകം കങ്കടം അമും ന്യഹതാം സലീലം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിന്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. സാഹസ്രവത്സര തപസ് സമരാഭിലവ്യൈഹി കവചൈഹി പരീതം സഹസ്ര കവചം ദൈത്യം പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈക കങ്കടം സലീലം അമും ന്യഹതാം. സഹസ്രവർഷത്തെ അതിഘോരമായ തപസ്സുകൊണ്ടും യുദ്ധം കൊണ്ടും മാത്രം ഛേദിക്കാവുന്ന 1000 കവചം ധരിച്ച സഹസ്ര കവചൻ എന്ന അസുരനെ ഊഴം വെച്ചു തപസ്സും യുദ്ധവും ചെയ്യുന്നവരായ നരനാരായണന്മാരായ ഭവാന്മാർ ഇരുവരും ചേർന്ന് ഒരു കവചം മാത്രം അവശേഷിച്ചവനാക്കിയിട്ട് തമാശ മട്ടിൽ വധിച്ചു. ഇതാകുന്നു ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.